ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്ന് തരിപ്പണമായത് ഭീകരരാഷ്ട്രമായ പാകിസ്ഥാനിലെ 9 പ്രധാന ഭീകര കേന്ദ്രങ്ങൾ. ബഹാവൽപൂർ, കോഡ്ലി തുടങ്ങിയ പ്രധാന ഇടങ്ങളിലാണ് ഇന്ത്യയുടെ സംയുക്ത സൈന്യം ആക്രമണം നടത്തിയത്. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ എന്നിവയുടെ പ്രധാന താവളങ്ങൾ കൂടിയാണ് തകർത്തു കളഞ്ഞത്. ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാവൽപൂരായിരുന്നു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹാവൽപൂർ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ 12ാമത്തെ നഗരം. ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാനല്ലാ കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് തകർത്തതിലൊന്ന്. ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസ്. നിരന്തരം ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരറക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസ് ഇന്ത്യ ആയുധങ്ങൾ വെച്ച് തകർത്ത് കളഞ്ഞത്. ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് 18 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഉസ്മാൻ അലി ക്യാമ്പസ്. പരിശീലന ക്ലാസുകളും മയക്കുമരുന്ന്, സാമ്പത്തിക ഇടപാടുകളും ഈ പ്രധാന കേന്ദ്രത്തിലാണ് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരുന്നത്. സൈന്യം തകർത്ത ബാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ്. മുത്കരിയിലെ ലഷ്കർ കേന്ദ്രം ഹാഫിസ് സയ്യിദിന്റെയും താവളമായിരുന്നു. റഫാൽ വിമാനങ്ങളിൽ നിന്നാണ് മിസൈലുകൾ പാഞ്ഞത്. ലാഹോറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ താവളമാണ് തകർത്ത മുരിദ്കെ. ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള LET ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായിരുന്നു. മുംബൈ ഭീകരാക്രമണം, ഹൈദരാബാദ്, ബംഗളൂരു, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഭീകര ഗ്രൂപ്പിന് ബന്ധമുണ്ട്. 100 കണക്കിന് ഭീകരരാണ് വധിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. നാണക്കേടും ആഭ്യന്തര കലാപവും ഭയന്ന് കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിടാതെ സൂക്ഷിക്കുകയാണ് പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് 400 രൂപ കൂടുതൽ ലഭിക്കും. കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം.